ഇതെന്താ മുളച്ചു വന്നത്? തള്ളേ, എന്റെ പൂജാമുറിയിൽ കയറാൻ മാത്രമുള്ള അഹങ്കാരായോ നിങ്ങക്ക്? ഗോവിന്ദൻകുട്ടിയുടെ സ്ഥലത്ത് ഒരു കൂടാരം മുളച്ചു വന്നിരിക്കുന്നു. കൂടാരം മുളച്ചു വരെ എന്ത് ഭ്രാന്തായി പറയണേ? എന്നാ ചെന്ന് നോക്ക്. ആരായത്? ആരയാള്? വെളുപ്പാങ്കാലത്തെ ചൂടാവില്ലേ പെങ്ങളെ? താൻ ആരാടോ റാസ്കൽ? പേരതല്ല, പരിചയപ്പെടാം. ഇത്തിരി വെള്ളം വായ നേടുക. ആരോട് ചോദിച്ചിട്ടാണോ താൻ എന്റെ പറമ്പിക്കാര് ചെണ്ടടിച്ചത്? അതിനിപ്പോ ആരോടെങ്കിലും ചോദിക്കണം. ആരോടെങ്കിലും. എന്താ കയ്യേറണോ? കയ്യേറണമെങ്കിൽ കയ്യേറും. പക്ഷെ ഇത് കയ്യേറേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഞാൻ ആ സ്ഥലത്തിന്റെ ഉടമയാണ്. അത് നിങ്ങളുടെയാണെന്ന് ആര് പറഞ്ഞു? അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ അനിയന് കൊടുത്താണ്. കൊടുത്തതാണല്ലോ, പിന്നെന്താ അവകാശം പെങ്ങളെ? ഒറ്റപ്പാലം കല്ലൂപ്പറമ്പിൽ ഗോവിന്ദൻകുട്ടി നായരോട് ഞാൻ, അതായത് ഈ നിൽക്കുന്ന കോട്ടയ്ക്കൽ പാറേക്കാട്ടിൽ മുകുന്ദൻ മേനോൻ എന്ന ഈ ഞാൻ, സെന്റിന് 2000 രൂപ പ്രകാരം, സെന്റിന് 2000 രൂപ രൊക്കം പണം കൊടുത്തു വാങ്ങിയതാണ്. പേര് മറക്കട്ട, ലാൻസ് നായക് മുകുന്ദൻ മേനോൻ. അവകാശം പറയുന്ന ആർക്ക് ഷേപ്പ് മാറ്റികളയും. മെൽട്രിയാണ്, മെൽട്രി. എന്താണ് ലാൻസ് നായക് പ്രശ്നം? വേ സാക്ഷി, ബ്രോക്കറാണ്. എടാ കള്ള പൂക്കുഞ്ഞേ, നീ ഇവിടെ കിടന്ന് പരിഗണ കണ്ടപ്പോഴേ തോന്നി നീ ചതിക്കൂന്ന്. എന്നെ ചതിച്ചിട്ട് താനത് വാങ്ങി. ഇത് എന്റെ മണ്ണ. ഇവിടുന്ന് കടന്നു പോണോ? അത് ഞാൻ നിങ്ങളെ ഞാനിവിടെ പൊറപ്പിക്കില്ല. ശാരദാമണി പെണ്ണാണെങ്കിൽ പൊറപ്പിക്കില്ല. ഈ പെങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? എന്റെ അമ്മ വായ കഴിവാത്തിന് വെള്ളം തരൂ. ഇവിടെ ആർക്കും വെള്ളമില്ലടോ. വെള്ളം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. എന്താ അമ്മണിക്കുട്ടി പ്രശ്നം? ശാരദ കരച്ചിലോട് കരച്ചിൽ. ഇവിടെ ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലല്ലോ. വേറെ എണ്ണം. ഇതെന്തോടെ പോകുന്ന പ്രാന്താശുപത്രിയാ? അത് കഞ്ചാവ് കേസാണ്. ഇവിടെ തിന്നാൻ തരുന്ന നിങ്ങൾ ഇങ്ങോട്ട് പോയിന്ന് വടക്ക് സന്യാസിനെ നോക്കിയിരിക്കുന്നത്. ഹനുമാനോ?